PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ 200 ഡേ ചലഞ്ച് എന്ന രീതിയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസ് പ്രകാരം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ ജില്ലകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കുറേ ജില്ലകൾ നമ്മൾ ഓൾറെഡി നോക്കിപ്പോയി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്ക് ചെയ്തിട്ട് അതുപോലെ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്നൊന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒരു ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ജില്ലകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം പഠിക്കാനെടുത്ത്. അതിൽ പൊതുവിജ്ഞാനത്തിൽ കുറേ പോർഷൻസ് നമ്മൾ കവർ ചെയ്തു പോയി. ഇത് ഏകദേശം 23ാമത്തെ ക്ലാസ്സാണ്. ഇതുകൂടാതെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ പുതിയ SCRT പാഠപുസ്തകങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതും പഠിക്കണം, അതും പഠിക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിക്കും, കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ കേരളത്തിലെ ജില്ലകളിൽ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, ഇത്രയും ജില്ലകൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാലക്കാട് ജില്ലയാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് PSC ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാകത്തിന് നമുക്ക് പാലക്കാട് ജില്ലയെക്കുറിച്ച് പഠിക്കാം. പാലക്കാട് ജില്ലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. പാലക്കാട് ജില്ല നിലവിൽ വന്ന തീയതി 1957 ജനുവരി 1 തീയതിയാണ്. എന്നാണ് 1957 ജനുവരി 1 തീയതിയാണ് ജില്ല നിലവിൽ വന്നത്. വിസ്തീർണം 4480 ചതുരശ്ര കിലോമീറ്റർ. എത്രയാണ്? 4480 ചതുരശ്ര കിലോമീറ്റർ. ലോകസഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 12, താലൂക്കുകൾ 6. അപ്പോൾ നിലവിൽ വന്നത് 1957 ജനുവരി 1 തീയതി. വിസ്തീർണം 4480 ചതുരശ്ര കിലോമീറ്റർ. ലോകസഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 12, താലൂക്കുകൾ 6. ഇതാണ് ഏകദേശം ഒരു സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കരിമ്പനകളുടെ നാട് എന്തെന്നറിയപ്പെടുന്നു പാലക്കാട്? കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ധാന്യപ്പുര, അതുകൂടാതെ എന്തെന്നറിയപ്പെടുന്നു? കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഔദ്യോഗിക റെയിൽവേ സ്റ്റേഷൻ അതെവിടെയാ? പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ വിവരസാങ്കേതിക വിദ്യ ജില്ല, കേരളത്തിലെ ആദ്യത്തെ വിവരസാങ്കേതിക വിദ്യ ജില്ലയും പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ്. കേരളത്തിൽ പട്ടികജാതി വകുപ്പിൻ്റെ കീഴിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ പരസ്യ ജില്ല, കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ പരസ്യ ജില്ല. ഇത്രയും പ്രത്യേകത ആർക്കുള്ളതാണ്? പാലക്കാട് ജില്ലയ്ക്ക് സ്വന്തമാണ്. കരിമ്പനകളുടെ നാട്, കേരളത്തിൻ്റെ ധാന്യപ്പുര, കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ, കേരളത്തിലെ ആദ്യത്തെ വിവരസാങ്കേതിക വിദ്യാ ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല, കേരളത്തിലെ പട്ടികജാതി വകുപ്പിൻ്റെ കീഴിൽ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്ന ജില്ല, കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ പരസ്യ ജില്ല. ഈ പ്രത്യേകതകളൊക്കെ പാലക്കാട് ജില്ലയ്ക്ക് സ്വന്തമാണ്. ഇനി ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല, ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല, കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത കളക്ട്രേറ്റ്, കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത കളക്ട്രേറ്റ്, അട്ടപ്പാടി, അഗളി എന്നീ ആദിവാസ മേഖലകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. അട്ടപ്പാടിയും അഗളിയൊക്കെ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല, കൽപ്പാത്തി രഥോത്സവം പാലക്കാട് ജില്ലയിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വായില കുന്നിലപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല, വായില കുന്നിലപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ആദ്യ IIT സ്ഥാപിതമായ ജില്ല, IIT കേരളത്തിൽ സ്ഥാപിതമായത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ റവന്യൂ ജില്ല, കേരളത്തിലെ ആദ്യ റവന്യൂ ജില്ല. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്?
പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല, കേരളത്തെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കളക്ട്രേറ്റ്, അട്ടപ്പാടി, അഗളി എന്നീ ആദിവാസ മേഖലകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല, കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല, വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല, കേരളത്തിലെ ആദ്യ IIT സ്ഥാപിതമായ ജില്ല, കേരളത്തിലെ ആദ്യ റവന്യൂ ജില്ല, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇതെല്ലാം ഏതാണ്? ഇതൊക്കെ പാലക്കാടാണ്. നെല്ല്, കരിമ്പ്, നിലക്കടല, മധുരക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. നെല്ലും കാരണം എന്താണ്? കേരളത്തിൽ നെല്ലറ എന്നാണ് നമ്മുടെ പാലക്കാട് ജില്ല അറിയപ്പെടുന്നത്. അപ്പോൾ നെല്ല്, കരിമ്പ്, നിലക്കടല, മധുരക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല. ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല. കേരളത്തിൽ പട്ടികജാതിക്കാർ എണ്ണത്തിൽ കൂടുതലുള്ള ജില്ല. കേരളത്തിൽ പട്ടികജാതിക്കാരെ എണ്ണത്തിൽ കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല. കാർഷിക ആവശ്യത്തിനായി കൃഷി ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ ഭൂമി. കേരളത്തിൽ പട്ടികജാതിക്കാർ എണ്ണത്തിൽ കൂടുതലുള്ള ജില്ല. കേരളത്തിൽ പട്ടികജാതിക്കാർ എണ്ണത്തിൽ കൂടുതലുള്ള ജില്ല. ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല. ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല. കേരളത്തിൽ പട്ടികജാതിക്കാർ എണ്ണത്തിൽ കൂടുതലുള്ള ജില്ല. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല. കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല. കാർഷിക ആവശ്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല. അപ്പം നെല്ല്, കരിമ്പ്, നിലക്കടല, മധുരക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ പട്ടികജാതിക്കാർ എണ്ണത്തിൽ കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല പാലക്കാടാണ്. കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ലയും പാലക്കാടാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലക്കാടാണ് ചൂട്. നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. എന്നാൽ പിന്നെ പാലക്കാട് ജില്ലയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത്രമാത്രം ചൂടിന് പാലക്കാടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന സ്ഥലം പ്ലാച്ചിമടയാണ്. പ്രത്യേകം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിലാണ്. ന്യൂസിലൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ്. കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന സ്ഥലം. കൊക്കക്കോള വിരുദ്ധ സമരം നടന്നത് പ്ലാച്ചിമടയിലാണ്. എവിടെയാണ്? പ്ലാച്ചിമടയാണ്. കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ പഞ്ചായത്ത് പടവയലാണ് കേട്ടോ. ഏറ്റവും സാക്ഷരത കുറഞ്ഞ പഞ്ചായത്ത് പടവയലാണ്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടിയാണ്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടിയാണ്. കണ്ണാടി സ്ഥിതി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലാണ്. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കിള്ളിക്കുറിശിമംഗലമാണ് കേട്ടോ. കിള്ളിക്കുറിശിമംഗലമാണ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അത് പാലക്കാട് ജില്ലയിലാണ്. മലബാർ മേഖലയിലെ ആദ്യ ഗവൺമെൻറ് കോളേജ് അത് വിക്ടോറിയ കോളേജാണ്. വിക്ടോറിയ കോളേജ് സ്ഥിതി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലാണ്. മലബാർ മേഖലയിലെ ആദ്യ ഗവൺമെൻറ് കോളേജാണ് വിക്ടോറിയ കോളേജ്. മാമ്പഴ കൃഷിക്ക് പേര് കേട്ട സ്ഥലം. മാമ്പഴ കൃഷിക്ക് പേര് കേട്ട സ്ഥലമാണ് മുതലമട. ഈ മുതലമടയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് സ്ഥാപിതമായ സ്ഥലം അകത്തേത്തറയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് അകത്തേത്തറയാണ്. ഈ അകത്തേത്തറയും പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന പ്ലാച്ചിമട പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കുറഞ്ഞ പഞ്ചായത്ത് പടവയൽ അത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടിയാണ്. അതും പാലക്കാട് ജില്ലയിലാണ്. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കിള്ളിക്കുറിശിമംഗലമാണ്. അതും പാലക്കാട് ജില്ലയിലാണ്. മലബാറിലെ മേഖലയിലെ ആദ്യ ഗവൺമെൻറ് കോളേജ് വിക്ടോറിയ കോളേജാണ്. അത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാമ്പഴ കൃഷിക്ക് പേര് കേട്ട സ്ഥലം മുതലമടയാണ്. മുതലമടയും പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് സ്ഥാപിച്ച സ്ഥലം അകത്തേത്തറയാണ്. അതും പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മേനോൻപാറ ചിറ്റൂറാണ് കേട്ടോ. മേനോൻപാറ ചിറ്റൂർ അത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ച പക്ഷി സങ്കേതം ഏതാ? ചൂലന്നൂറാണ് കേട്ടോ. KK നീലകണ്ഠൻ പക്ഷി സങ്കേതമെന്നും അറിയപ്പെടുന്നു. ഇതും PSC പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മയിലുകളുടെ സംരക്ഷണത്തിന് പേര് കേട്ട പക്ഷി സങ്കേതം ഏതാണെന്ന്. ഏതാ? ചൂലന്നൂറാണ് കേട്ടോ. ചൂലന്നൂർ പക്ഷി സങ്കേതം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്.
ഇത് ഏതു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അക്മാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അക്മാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തത്തമംഗലമാണ്. തത്തമംഗലം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ സർക്കാർ ആട് ഫാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? അട്ടപ്പാടിയാണ്. കേരളത്തിൽ സർക്കാർ ആട് ഫാം സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടിയാണ്. അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അട്ടപ്പാടിയാണ്. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? അട്ടപ്പാടിയാണ്. അപ്പോൾ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മേനോൻപാറ, അത് ചിറ്റൂരാണ്. മയിൽകൂട സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ച പക്ഷി സങ്കേതം ചൂലന്നൂറാണ്. KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അക്മാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തത്തമംഗലമാണ്, പാലക്കാട് ജില്ലയിലെ. കേരളത്തിൽ സർക്കാർ ആട് ഫാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അട്ടപ്പാടിയാണ്, പാലക്കാട് ജില്ലയിലെ. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. ഇനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പുഴ, ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് PSC കേട്ടോ. ശിരുവാണിപ്പുഴയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? ശിരുവാണിപ്പുഴയാണ്. കോയമ്പത്തൂർ നഗരത്തിൽ വെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാ? ഈ ശിരുവാണി അണക്കെട്ടാണ് കേട്ടോ. കോയമ്പത്തൂർ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാണി അണക്കെട്ടാണ്. കേരളത്തെ റെയിൽവേ സിറ്റി ഷൊർണൂറാണ്. ഷൊർണൂർ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന പ്രത്യേകത കൂടി എന്തിനുണ്ട്? ഷൊർണൂറിനുണ്ട്. കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂറാണ്. ആലത്തൂർ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് ആലത്തൂർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്താണ് ആലത്തൂർ. കേരളത്തിൽ മാവേലിക്കര കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ലോകസഭാ സംഭരണ മണ്ഡലമാണ് ആലത്തൂർ. കേരളത്തിൽ മാവേലിക്കര കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ലോകസഭാ സംഭരണ മണ്ഡലം ഏതാണ്? ആലത്തൂറാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂറാണ് കേട്ടോ. ചിറ്റൂർ. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം, കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന എവിടെയാണ്? ചിറ്റൂർ ജില്ലയിലാണ്. അപ്പോൾ അട്ടപ്പാടിയിൽ ഒഴുകുന്ന നദി ശിരുവാണിയാണ്. കോയമ്പത്തൂർ നഗരത്തിൽ വെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാണി അണക്കെട്ടാണ്. കേരളത്തിൽ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂറാണ്. കേരളത്തിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ അതും ഷൊർണൂർ തന്നെയാണ്. കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂരാണ്. ആലത്തൂർ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ മാവേലിക്കര കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ലോകസഭാ സംഭരണ മണ്ഡലമാണ് ഇത് ആലത്തൂർ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശമാണ് ഏത്? ചിറ്റൂർ എന്ന് പറയുന്നത്. ഇനി മലബാർ സിമന്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം, മലബാർ സിമന്റ് സ്ഥാപിച്ചിരിക്കുന്ന എവിടെയാണ്? വാളയാറാണ്. വാളയാർ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് വാളയാർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ വാളയാർ. മലബാർ സിമന്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വാളയാറാണ്. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്? വാളയാറാണ്. കേന്ദ്ര സർക്കാർ ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കഴിഞ്ഞ ഇടുക്കി ജില്ല പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിലെ സൈലന്റ് വാലി ഒഴികെയുള്ള ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിലാണ്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കുമാരനാശാൻ്റെ വീണപൂവ് രചിച്ച സ്ഥലം ജൈനിമേടാണ് കേട്ടോ. ജൈനിമേടിലാണ് കുമാരനാശാൻ്റെ വീണപൂവ് രചിച്ചതെന്ന് പറയപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ജൈനിമേട് എന്ന് പറയുന്നത്. അതും ഈ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ മലബാർ സിമന്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വാളയാറാണ്. കേരളത്തിൽ ചുണ്ണാമ്പ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന സ്ഥലമാണ് വാളയാർ. കേന്ദ്ര സർക്കാർ ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച കേരള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കുമാരനാശൻ വീണപൂവ് രചിച്ച സ്ഥലമാണ് ജൈനിമേട്. പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ജൈനിമേടെന്ന് പറയുന്നത്. ഇനി നമുക്ക് പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. ഒന്ന് മലമ്പുഴയാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന സ്ഥലം, കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡനും എവിടെയാണ്? മലമ്പുഴയിലാണ്. മലമ്പുഴ റോക്ക് ഗാർഡൻ ശില്പി നേക് ചന്ദാണ് കേട്ടോ. നേക് ചന്ദാണ് മലമ്പുഴ റോക്ക് ഗാർഡൻ്റെ ശില്പി. മലമ്പുഴ യക്ഷി പ്രതിമയുടെ ശില്പി ആരാണ്? കാനായി കുഞ്ഞിരാമനാണ്. കാനായി കുഞ്ഞിരാമനാണ് മലമ്പുഴയിലെ യക്ഷി പ്രതിമയുടെ ശില്പി. അപ്പോൾ കേരളത്തിൽ വൃന്ദാവനം എന്നറിയപ്പെടുന്ന സ്ഥലം മലമ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എന്ന പ്രത്യേകത മലമ്പുഴയ്ക്കാണ്. മലമ്പുഴ റോക്ക് ഗാർഡൻ്റെ ശില്പി നേക് ചന്ദാണ്. മലമ്പുഴ യക്ഷിയുടെ പ്രതിമയുടെ ശില്പി ആരാണ്? അത് കാനായി കുഞ്ഞിരാമനാണ്. ഈ മലമ്പുഴ എവിടെ സ്ഥിതി ചെയ്യുന്ന ഇത്രയും പ്രത്യേകതകളുള്ള പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് നെല്ലിയാമ്പതിയാണ് കേട്ടോ. നെല്ലിയാമ്പതി പാലക്കാട് ജില്ലയിലുള്ള സ്ഥലമാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നു.
പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന പ്രദേശമാണ് നെല്ലിയാമ്പതി. അപ്പോൾ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നു, പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന പ്രദേശം ഏത് തന്നെയാണ്? നെല്ലിയാമ്പതി തന്നെയാണ്. ഇനി പാലക്കാട് ജില്ലയിൽ വളരെ പ്രശസ്തമായ മറ്റൊരു സ്ഥലമാണ് കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ്. കേരളത്തിലെ IIT സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഞ്ചിക്കോടാണ്. നിർദ്ദിഷ്ട റെയിൽ കോച്ച് ഫാക്ടറി സ്ഥാപിക്കപ്പെടുന്ന സ്ഥലവും കഞ്ചിക്കോടാണ്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനവും കഞ്ചിക്കോടാണ്. ഇപ്പോൾ കഞ്ചിക്കോടിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം, കേരളത്തിലെ IIT സ്ഥിതി ചെയ്യുന്ന സ്ഥലം, നിർദ്ദിഷ്ട റെയിൽ കോച്ച് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലം, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനമൊക്കെ ഏതാ? അതൊക്കെ ഈ കഞ്ചിക്കോടാണ് കേട്ടോ. ഇനി ഒറ്റപ്പാലം, അതും പാലക്കാട് ജില്ലയിലുള്ള സ്ഥലമാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായ സ്ഥലവും ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലവും എവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഒറ്റപ്പാലവും സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഒറ്റപ്പാലം 1929 ഒറ്റപ്പാലം സമ്മേളനത്തിന് അധ്യക്ഷൻ ആരാ? D പ്രകാശമാണ് കേട്ടോ. ഒറ്റപ്പാലം സമ്മേളനം വളരെ പ്രശസ്തമായ സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ D പ്രകാശമാണ്. ഒന്നാമത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലമാണേത്? ഒറ്റപ്പാലം. ഒന്നാമത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഒറ്റപ്പാലമാണ്. 1923 ഒറ്റപ്പാലം സമ്മേളനത്തിന് അധ്യക്ഷൻ ആരാണ്? D പ്രകാശമാണ്. ഇതും പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഓർത്തിരുന്നേരെ. 1921 ഒറ്റപ്പാല സമ്മേളനത്തിന് അധ്യക്ഷൻ ആരാ? D പ്രകാശമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഒന്നാമത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം വേദിയായ സ്ഥലം ഏതാ? ഒറ്റപ്പാലം. അത് ഓർത്തിരിക്കുക. 1921 വേദിയാകുന്നത്. അതും ഇതിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ നോക്കാം. എത്ര നദികളാണ് പാലക്കാട് ജില്ലയിൽ പ്രധാനമായിട്ടുള്ളത്? 3 നദികളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. രണ്ടാമത്തത് കുന്തിപ്പുഴ, മൂന്നാമത്തേത് ഭവാനി. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒഴുകുന്ന 3 നദികളാണുള്ളത്: ഭാരതപ്പുഴ, കുന്തിപ്പുഴ, ഭവാനി. ഇനി പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ധോണി, മീൻവല്ലം, അറ്റ്ല, സീതർകുണ്ട്, പത്രക്കടവ് എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ. ധോണി, മീനവല്ലം, അറ്റ്ല, സീതർകുണ്ട്, പിന്നെ പത്രക്കടവ്. ഇനി പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ മലമ്പുഴ, ശിരുവാണി, പോത്തുണ്ടി, പറമ്പിക്കുളം, ആളിയാർ, വാളയാർ, ചുള്ളിയാർ, തൂണക്കടവ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ. ഏതൊക്കെയാണ്? മലമ്പുഴ, ശിരുവാണി, പോത്തുണ്ടി, പറമ്പിക്കുളം, ആളിയാർ, വാളയാർ, ചുള്ളിയാർ, തൂണക്കടവ്. ഇനി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നെല്ലിയാമ്പതി, സിസ്പാറ, തുണിക്കടവ് തടാകം, മാമ്പാറ കൊടുമുടി, കേശവൻപാറ, മിന്നാറംപാറ, മലമ്പുഴ, സൈലന്റ് വാലി, കുരുതിച്ചാൽ, കവ, കൈകാട്ടി, അങ്ങണ്ടിമല എന്നിവയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഇനി പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ മണിയാരുകളി, മീനാക്ഷി കല്യാണം. മണിയാരുകളിയും മീനാക്ഷി കല്യാണവുമാണ് പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ. ഇത്രയുമാണ് പാലക്കാട് ജില്ലയെക്കുറിച്ച് ഓർത്തിരിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.